അപ്പോൾ ഗൈസ് ലേറ്റായി പോയി. ബദ്ലഹേം കുടുംബ യൂണിറ്റ് കണ്ട് അടിപൊളി പടം. ഫാമിലി ഗുഡായിട്ടുള്ള നല്ല ലവും ശരി ആക്ഷനും അങ്ങനെയല്ല പറയാനുള്ള കോമഡിയും ഇച്ചിരി ഫൈറ്റും പിന്നെ വലിയ ലവുള്ള ഒരു അടിപൊളി പടം. അത് നമുക്ക് പറയുമ്പോൾ ആരെയും വിട്ടുപോകാൻ പാടില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുമ്പോഴത്തേക്കും ഓരോരുത്തർ വിട്ടുപോകുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പ്രിപ്പയർഡാണ്. ഡയറക്ടർ ഗിരീഷ് ഏടി, അടിപൊളി സംവിധാനം, ഒന്നും പറയാനില്ല. റൈറ്റർ ഗിരീഷ് ഏടി തന്നെയാണ്, കിരൺ ജോസിയും എൻ്റെ കൂടെ ഉണ്ട്. അടിപൊളി, അതിൽ ഒരു മാറ്റമില്ല, പറയാൻ ഒരു മാറ്റമില്ല. കാസ്റ്റ് നിവിൻ പോളിയും മമിത ബൈജു. നിവിൻ പോളിയും മമിത ബൈജുവിന് പറയുമ്പോൾ നിവിൻ പോളി വന്നിട്ട് ഒരുപാട് മാറി, പഴയ പോലത്തെ ഒരു ലെവൽ പിടിച്ച് നല്ലൊരു കിടിലൻ പടം. കോമഡി ഉണ്ട്, ലവ് ഉണ്ട്, നമ്മൾ എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പോകും. നിവിൻ്റെ ആ ഒരു പ്യൂർനെസ് ലവ് ഇല്ലേ, അതിൽ എക്സൈറ്റ് ആയി പോകും. അങ്ങനെ ഇരുന്ന് പോകും നമ്മൾ. അങ്ങനൊരു സംഭവമുണ്ട്. മമിത ഓവറായിട്ട് ഓവറായിട്ട് ചളിയല്ല, പക്ഷേ ഓവറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, അതിലൊന്ന് മാറി ഒരു സോഫ്റ്റ് കോർണറൊക്കെ പിടിച്ചിട്ട് എന്നാലും പുള്ളിക്കാരുടെ ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. മമിതയുടെ റോൾ അടിപൊളിയായിട്ടുണ്ട്. ബാക്കി പറയാം, ഞാൻ ഓരോരുത്തരും പറയട്ടെ. സംഗീത് പ്രതാപ് കൗണ്ടർ അടിപൊളിയായിരുന്നു, ഇതിൽ എടുത്തു പറയണം. പിന്നെ നമ്മുടെ വിനയ് ഫോർട്ടിനും കുറച്ച് റോളുണ്ടായിരുന്നു, പക്ഷേ അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷ്യാമോഹനും അടിപൊളിയായിരുന്നു. പിന്നെ സുരേഷ് കൃഷ്ണ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അത് നിങ്ങൾ പടം കണ്ടുപോകാൻ അറിയാം. ഷമീർ ഖാൻ എന്ന് പറഞ്ഞൊരിതുണ്ട്, പുള്ളി റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയാണ്. പുള്ളി അതേ സാധനം തന്നെ ഇതിൽ കൊണ്ടുവന്നു. തഗ്ഗടിച്ച് ഇത് കൂടുതലും തഗ്സ് കൊണ്ടുള്ള കുറേ തഗ്ഗല്ല, നമുക്കറിയാൻ പറ്റും. പണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും പറയുമ്പം പട്ടി എന്ന് പറഞ്ഞൊരു സാധനം അടി കിട്ടൂലേ, എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അടിച്ചിരുത്തുന്ന സാധനം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ആ ഒരു സാധനം ഇതുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അതിൽ എടുത്തു പറയാന്നുള്ളത് ഞാൻ പറഞ്ഞത്. എനിക്ക് അറിയാമെന്നുള്ള കുറച്ച് ഇത് വെച്ചിട്ട്. പ്രൊഡ്യൂസർ ഫഹദ് ഫാസിലാണ്, അറിയാം. ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ഷ്യാം പുഷ്കർ, ബെന്നി കട്ടപ്പന, ജോസ് വിജയ്, ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ കമ്പോസർ വിഷ്ണു വിജയ്, സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു, അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫറിൻ്റെ പേര് എടുത്തു പറയേണ്ടത് അജ്മൽ സാബു. കിടിലം ഫ്രെയിംസ് ആയിരുന്നു, കിടിലമായിരുന്നു. എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്. എഡിറ്റിംഗ് ഒരു ഇടയ്ക്കൊരു ഇതുണ്ട് സീക്വൻസ്, നിവിൻ പോളിയും മമിത ബൈജുവിനെ ആലോചിക്കുന്ന ഒരു സീക്വൻസ്. അത് ഫസ്റ്റ് തൊട്ട് അവസാനം വരെയുള്ള ഒരു ചെറിയ ഷോർട്ടായിട്ട് ഇങ്ങനെ പോകുന്നൊരു കട്ടിങ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഓക്കെ, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് അതൊക്കെ ഓക്കെ, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എല്ലാം ഓക്കെ. പാട്ടെല്ലാം അടിപൊളിയായിരുന്നു. ഒരു വെറുപ്പിക്കൽ പാട്ട് പോലും ഇല്ലായിരുന്നു, വെറുപ്പിക്കൽ സീനും ഇല്ലായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് നിവിൻ പോളിയുടെ ഇങ്ങനത്തെ ഒരു പടം കാണുന്നത്, ഒരു ഫീൽ ഗുഡ് പടം. ഒരുപാട് കാലത്തിന് ശേഷം. മമിതയും നിവിൻ പോളിയും അത്യാവശ്യം നല്ലൊരു കോംബോ ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, തഗ്സൊക്കെ അടിപൊളിയായിരുന്നു. അതിനോട് പറയേണ്ടത്, ഇതിലിവരുടെ ലവ് കഥ എവിടെ നിന്ന് കൊണ്ടുവന്ന് അറിഞ്ഞുകൂടാ. കിടിലം കഥ, കിടിലം സംവിധാനം, കിടിലം കഥയും കിടിലമായിരുന്നു. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ച് പോകാം, ലവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് ഏതൊരു ലവിലായിരുന്നാലും ഒരു പെങ്കൊച്ച് സ്ട്രോങ് ആയിട്ട് നിന്നാലേ ആ ലവ് മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ വൈഫ് അത്ര ഉറച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വൈഫായിട്ട് അവൾ നിൽക്കുന്നത്. അതെനിക്കറിയാം. അതുപോലെ അത്രയ്ക്കും ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ഇതൊക്കെ ആലോചിച്ച് പോയി. ഞാനും അവളും ഇഷ്ടത്തിലായിരുന്നതും പള്ളിയിൽ വെച്ച് ഞങ്ങൾ കാണുന്നതായിരുന്നാലും ആ സീക്വൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിരുന്നു പടം. ബാക്കി പറയാൻ, എൻ്റെ പേഴ്സണൽ കാര്യം പറയാൻ ആലോചിക്കുന്നില്ല. പക്ഷെ നല്ല പടം, എല്ലാവരും പോയി കാണണം. ഓണത്തിനൊക്കെ ഫാമിലിയായിട്ട് പോയി കാണാൻ നല്ല പടം. അതുപോലെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു തിയേറ്ററിലിരുന്ന് പടം കണ്ട് അവസാനം ആകുമ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു ക്ലാപ്സ് കേൾക്കുന്നത്. ഇടയിൽ ഖലീഫയ്ക്ക് പോയിരുന്നാലും വിഷുദാനിന് പോയിരുന്നാലും ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല, ഒരു ട്രിബ്യൂട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു ആൾക്കാരുടെ ഇരുന്ന്. അതുപോലെ എനിക്കറിയാവുന്ന ഒരുപാട് ഫാമിലീസ് ഇന്ന് പടത്തും കാണാനുണ്ടായിരുന്നു. നൈറ്റ് ഷോയ്ക്കാണ് ഞാൻ പോയത്, അപ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ പോകണമെന്നുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് നോക്കാം അങ്ങനെ. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടതായിട്ട് ഈ ലവ് തന്നെയാണ്. ലവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു ഗീർ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ
നല്ല രീതിയിൽ നടക്കും. ചില സിറ്റുവേഷൻസിൽ ബോയ്സിനെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബോയ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗേൾസിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല കുറേ സാഹചര്യങ്ങളിൽ. സിനിമയല്ല ജീവിതം. ഞാനത് സിനിമയെ വെച്ച് കമ്പയർ ചെയ്തല്ല ആരുടെയും ലൈഫിനും ഞാൻ ആരെയും കമ്പയർ ചെയ്യുന്നതല്ല ഒരിക്കലും. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പടം പോയി കാണുക. അടിപൊളി പടം. നിവിൻ്റെ കംബാക്ക് എന്ന് പറയാം. അതെ, കാരണം നിവിൻ കുറേ കാലമായിട്ട് മാറിയെന്നൊരു വ്യക്തിയാണ്. മാറിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെയറായിട്ട് പറയാം, പൊട്ടിയ പടങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അതിൽ നല്ലതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷം നിവിൻ്റെ നല്ലൊരു പടം ഇറങ്ങുന്നത്. നല്ല പടങ്ങൾ ഇനി ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം അടുത്തിനി 26-ാം തീയതി കാണാം.